അമ്മേ ദേവി ദേവി അടിയനെ കാത്തോളണേ. അമ്മേ ഭഗവതി അടിയനെ രക്ഷിക്കണേ. ഈ വേദനയൊന്ന് മാറ്റിത്തരണേ ദേവി. അമ്മേ അമ്മേ ഭഗവതി ദേവി അമ്മേ ദേവി അമ്മേ മഹാമായേ ദേവി. നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? ഇതിനു മുമ്പ് ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ കുറെ ദൂരെ നിന്നാ വരുന്നത്. അമ്മയുടെ ഗുണഗണങ്ങൾ അറിഞ്ഞ് തേടി വന്നത്. ദേവി കുട്ടി നാടുവാഴുന്ന പൊന്നുതമ്പുരാന്റെ സഹോദരിയാണ് പഞ്ചമി. ക്ഷേത്രകാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ കുട്ടിയാണ്. കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പറയൂ, ഇദ്ദേഹത്തിന്റെ കാലിന് എന്തു പറ്റി? പറയാൻ തമ്പുരാട്ടി. ദൈവദോഷവും മാതൃദോഷവും ഒരുമിച്ചു പരിഹരിക്കാൻ ഒരേ ഒരു പ്രതിവിധിയെ നാം കാണുന്നുള്ളൂ. പടിഞ്ഞാറേ ദിക്കിൽ ദേശമംഗലം എന്നൊരു ദേശമുണ്ട്. അവിടത്തെ ഭഗവതി അതിശക്തയാണ്. ദേശമംഗലത്തെ തിരുനടയിൽ 3 ദിവസത്തെ വ്രതമിരിക്കൽ, പ്രാർത്ഥന, അതുമാത്രമാണ് ഇതിൽ തെളിയുന്നത്. അവസാന ആശ്രയം എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ നടയിൽ വന്ന് നിൽക്കുന്നത്. പേടിക്കണ്ട. ഈ തിരുനടയിൽ അമ്മ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സുഖപ്പെടുത്താൻ തന്നെയാണ്. ഇവിടെ തങ്ങാനും പ്രാർത്ഥിക്കാനും ഉള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിത്തരാം. ശ്രീകോവിലിനൊന്ന് പ്രദക്ഷിണം വച്ചോളൂ. എന്നിട്ട് തിരിച്ചു വന്ന് അമ്മയുടെ നടയിൽ തൊഴുതിട്ട് സ്വസ്ഥമായി എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ. വേണ്ട, അദ്ദേഹത്തിനാവും വിധം അദ്ദേഹം തനിച്ച് ചെയ്തോട്ടെ. വേണ്ട, അദ്ദേഹം അത് പൂർത്തിയാക്കട്ടെ. അമ്മേ മഹാമേ. പ്രാർത്ഥിച്ചോളൂ ദേവി. അമ്മേ കളങ്കമില്ലാത്ത വിശ്വാസം, അതാണ് അമ്മയോടുള്ള ശരിയായ പ്രാർത്ഥന. എല്ലാം മറക്കൂ. അമ്മയുടെ നാമം ഊണിലും ഉറക്കത്തിലും സദാ ഉരുവിട്ടോളൂ. വേദന അമ്മ തന്നെ ഒപ്പിയെടുത്തോളൂ. അമ്മേ ഭഗവതി അമ്മേ ദേവി അമ്മേ ഭഗവതി കൈവെടിയല്ലേ. അമ്മേ ദേവി ദേവി അമ്മേ ഭഗവതി. ഗംഭീരം. പറയാതെ നിവൃത്തിയില്ല. തമ്പുരാൻ, അമിത പ്രശംസയാണെന്ന് തോന്നില്ലെങ്കിൽ ഒരു കാര്യം പറയാം. എന്താ? കഴിഞ്ഞ 4 നാളുകൾക്കിടയിൽ 3ാമത്തെ രാജ്യത്തിലാണ് നാം നിൽക്കുന്നത്. എല്ലായിടത്തും തമ്പുരാക്കന്മാരെ നേരിട്ട് കാണുകയും ചെയ്തു. പക്ഷേ അവർക്ക് ആർക്കുമില്ലാത്തൊരു സവിശേഷത അങ്ങയിലുണ്ട്. എന്താ അത്? കേൾക്കട്ടെ. മറ്റുള്ള തമ്പുരാക്കന്മാരുടെ കയ്യിൽ ഈ രത്നങ്ങൾ ഇരിക്കുമ്പോൾ അവയുടെ നിലവാരം നാം പറയുന്നതാ. പക്ഷേ രത്നങ്ങൾ അങ്ങയുടെ കയ്യിലിരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവ് എന്നേക്കാൾ അങ്ങേക്കാണ്. അല്പൊരു മുഖസ്തുതി അതിലുണ്ട്. എങ്കിലും രത്നങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് ഈശ്വര അനുഗ്രഹത്താൽ നമുക്കുണ്ട്. അതിൽ അഭിമാനവുമുണ്ട്. മീനാക്ഷി, ഇത് നോക്കൂ. പതുക്കെ പതുക്കെ കൊട്ടാരത്തിലെ ആഭരണങ്ങളിലെല്ലാം ജാതവേദന്റെ രത്നങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. സന്തോഷം. അത്രയും അംഗീകാരം എനിക്ക് കിട്ടുന്നുണ്ടല്ലോ. ജാതവേദം വന്നിട്ടുണ്ടെന്ന് ജ്യേഷ്ഠത്തെ ഒന്ന് അറിയിക്കൂ. ജ്യേഷ്ഠതയ്ക്കും ആവശ്യങ്ങൾ കാണുമല്ലോ.
ശകുന്തള തമ്പുരാട്ടിയെ കണ്ടില്ലല്ലോ എന്ന ശങ്കയിലായിരുന്നു ഞാൻ. ഞാനിവിടേക്ക് വരുമ്പോ ആദ്യം ഓടിയെത്തുക ശകുന്തള തമ്പുരാട്ടിയാണല്ലോ. ജാതവേദൻ ഇന്ന് തന്നെ മടങ്ങുന്നോ അതോ നമ്മുടെ ആതിഥ്യം സ്വീകരിച്ച് ഇവിടെ തങ്ങുന്നോ? ക്ഷമിക്കണം, അവിടുത്തെ ആതിഥ്യം ഉപേക്ഷിച്ചു പോകാൻ വൈമനസ്യമുണ്ട്. പക്ഷേ പോയേ പറ്റൂ. തമ്പുരാട്ടി, താഴെ രത്നങ്ങളുമായി രത്നവ്യാപാരി ജാതവേദം വന്നിരിക്കുന്നു. മഹാറാണിയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്, ശകുന്തള തമ്പുരാട്ടിയെ വിളിച്ചുകൊണ്ട് വരാൻ. തമ്പുരാട്ടിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനാണത്രേ. ഹോ, എത്ര കാലമായി പുതിയ രത്നങ്ങൾ എന്റെ കയ്യിൽ വന്നിട്ട്. തമ്പുരാട്ടി, അടിയനൊന്ന് ചോദിക്കട്ടെ. തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെ മുമ്പില് ശകുന്തള തമ്പുരാട്ടി ഭർത്താവ് നാട് വിട്ടതിന്റെ പേരിൽ പട്ടിണി കിടക്കുകയാണ്. അങ്ങനെ ഒരാൾ രത്നത്തിന് കൈനീട്ടാന്ന് പറയുന്നത് നിന്നോട് ആരാ ഇത് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു കാര്യം ഉറപ്പ്, രത്നങ്ങളുടെ മുമ്പിലേക്ക് പോയാൽ ശിവശങ്കരൻ തമ്പുരാനെ കുറിച്ചുള്ള വേദന തമ്പുരാട്ടി മറന്നെന്ന് കരുതും. ഇത് വലിയ ശല്യായല്ലോ. ചെന്ന് പറഞ്ഞേക്ക് ഞാൻ വരുന്നില്ലെന്ന്. അത് നഷ്ടപ്പെട്ടു. എന്തൊരു കഷ്ടമാണിത്. ശകുന്തള തമ്പുരാട്ടി വരുന്നില്ല എന്ന് പറഞ്ഞു. ജ്യേഷ്ഠത്തിക്ക് നല്ല സുഖമില്ല. ഒരു കാര്യം ചെയ്യാം, ജ്യേഷ്ഠത്തിക്ക് വേണ്ടി ചിലത് ഞാൻ തന്നെ തിരഞ്ഞെടുത്തോളാം. ആയിക്കോട്ടെ. ജാതവേദൻ ഞാൻ പറഞ്ഞത് മറക്കില്ലല്ലോ. കാലതാമസം വരുവാനും പാടില്ല. ഭഗവതിയുടെ കഴുത്തിലണിയിക്കാൻ രത്നങ്ങളിൽ തീർത്തൊരു ഹാരം, അത് മറ്റൊരിടത്തും ഉണ്ടാവാത്തതുമായിരിക്കണം. അതുപോലൊന്ന് പിന്നെ ജാതവേദൻ നിർമ്മിക്കാനും പാടില്ല. ഏറ്റെടുത്തിരിക്കുന്നു തമ്പുരാൻ. അധികം വൈകാതെ എത്തിക്കാം. ഭഗവതിയുടെ കീർത്തി നാടെങ്ങും പരക്കുമ്പോ അതിലൊരംശം ഈ ജാതവേദന ലഭിച്ചോട്ടെ. അങ്ങയുടെ പക്കൽ രത്നങ്ങളും ആഭരണങ്ങളും ഒരുപാടുണ്ടല്ലോ. രാജ്യാതിർത്തി കടക്കുന്നവരെ സേവകരെ കൂട്ടിനയക്കട്ടെ. ഞാൻ എന്തിനു ഭയക്കണം തമ്പുരാൻ? അങ്ങ് ഭരിക്കുന്ന ദേശത്ത് ദേവി മഹാമായ നിറഞ്ഞാടുന്ന ഈ ദേശമംഗലത്ത് ഒരാപത്തിനെയും ആക്രമണത്തിനെയും എനിക്ക് പേടിയില്ല തമ്പുരാൻ. നല്ലത്. എങ്കിൽ അങ്ങനെ ആവട്ടെ. അമ്മയുടെ അനുഗ്രഹം അങ്ങേക്കുണ്ടാവട്ടെ. ആരാണ് നിങ്ങൾ? കയ്യിലുള്ള രത്നങ്ങൾ മുഴുവൻ തന്നിട്ട് ജീവനും കൊണ്ട് പോകാൻ നോക്കാം. ഞാൻ നിൽക്കുന്നത് ദേശമംഗലത്ത് അമ്മയുടെ മണ്ണില. ഇവിടെയും ഇത്തരക്കാരോ? കൂടുതലൊന്നും സംസാരിക്കണ്ട. കയ്യിലുള്ള തന്നിട്ട് പോകാൻ നോക്ക്. ഇല്ല, ഇത് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്.
ദേവി മന്ത്രിമുഖ്യ, ദേശമംഗലത്തമ്മയുടെ ചൈതന്യമുള്ള നാട്ടിൽ രക്തവ്യാപാരി ആക്രമിക്കപ്പെട്ട വിവരം എല്ലാ നാടുകളിലേക്കും അറിയിക്കാനുള്ള വ്യവസ്ഥ ചെയ്തില്ലേ? എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് തമ്പുരാൻ. നേരം പുലരുമ്പോഴേക്കും എല്ലാ കഥകളും നാടായ നാട് മുഴുവൻ പരന്നിരിക്കും. ഇതുവരെ ദേശമംഗലത്തിനെ കുറിച്ച് അപദാനങ്ങൾ പറഞ്ഞിരുന്നവർ ഇനി അപമാനത്തിന്റെ കഥകൾ പറയും. രത്നവ്യാപാരി ആക്രമിച്ച സംഭവത്തിൽ സുന്ദരരാജൻ അപമാനിതനാവുമെന്നതിൽ മന്ത്രിക്ക് വല്ല സംശയമുണ്ടോ? ഒരിക്കലുമില്ല. ഒരു മോഷണം നടക്കുമ്പോ ആ നാട്ടിലെ മോഷ്ടാക്കളെയല്ലേ തിരയുക. അവിടെ അങ്ങയുടെ ബുദ്ധിയെ ഞാൻ സമ്മതിച്ചു. ദേശമംഗലത്തെ പൗരപ്രമാണിമാരെ തന്നെയല്ലേ കവർച്ചക്കാരുടെ വേഷത്തിൽ രത്നവ്യാപാരിയുടെ പുറകെ അയച്ചത്? പക്ഷെ പറഞ്ഞേൽപ്പിച്ചവർ ഒരു കാര്യം പൂർത്തിയാക്കിയില്ല. ദേശമംഗലത്തെ മണ്ണിൽ വെച്ച് തന്നെ ആ രക്തവ്യാപാരി കൊല്ലപ്പെടണമായിരുന്നു. എങ്കിലേ സുന്ദരരാജനെതിരെ ജനരോഷം ഇളകൂ. സാരമില്ല, അടുത്ത അവസരത്തിൽ സുന്ദരരാജനെ നാം വീഴ്ത്തിയിരിക്കും. ഏതെങ്കിലും വിധത്തിൽ ഇതിന്റെ പുറകിൽ അങ്ങാണെന്ന് തിരിച്ചറിഞ്ഞാൽ? അങ്ങനെ ഉണ്ടാവില്ല. അഥവാ ഉണ്ടായാൽ പിന്നെ ശേഷിക്കുന്നത് യുദ്ധമാണ്. പടക്കോപ്പുകൾ തയ്യാറാക്കി നിർത്താൻ സേനാധിപനോട് പറഞ്ഞേക്കൂ. കൽപ്പന പോലെ. പടയെടുത്ത് ഈ മണ്ണിലേക്ക് സുന്ദരരാജൻ എത്തുകയാണെങ്കിൽ ആ തലയറുത്ത് കൊട്ടാരക്കെട്ടിന്റെ ഉമ്മറത്ത് പ്രദർശിപ്പിക്കും ഞാൻ. എന്തായാലും ദേശമംഗലത്തെക്കാളും ആളും അർത്ഥവും നമുക്കാണല്ലോ. ദേശമംഗലത്തെ അധികാരികളും പ്രജകളും മനസ്സിലാക്കണം, ഉദയവർമ്മനോട് കോർത്താൽ എന്തായിരിക്കും ശിക്ഷയെന്ന്. നോക്കിക്കൊള്ളൂ മന്ത്രിമുഖ്യ, ദേശമംഗലത്തിന്റെ എല്ലാ പുകഴും നാം ഇല്ലാതാക്കിയിരിക്കും. ഇത് നമ്മുടെ ശപഥമാണ്. തമ്പുരാൻ വിജയിക്കട്ടെ. എന്തായി മന്ത്രിമുഖ്യൻ കാര്യങ്ങൾ? എല്ലായിടത്തും സേനാനികളെ അയച്ചു കഴിഞ്ഞു തമ്പുരാൻ. എത്രയും പെട്ടെന്ന് തന്നെ കവർച്ചക്കാരെ പിടികൂടാൻ സാധിക്കും. ഇതിനു പിന്നിൽ ദേശമംഗലത്തുള്ളവരാണെന്ന് നാം വിശ്വസിക്കുന്നില്ല. എന്തോ വലിയ ചതി നടന്നിരിക്കുന്നു. പക്ഷേ ജാതവേദന സംഭവിച്ച ഈ അപകടം ദേശമംഗലത്തിന്റെ സൽപ്പേരിനെ തന്നെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അറിയാൻ തമ്പുരാൻ, എത്രയും വേഗം കവർച്ചക്കാരെ നമുക്ക് കണ്ടെത്താം. സൈനികരുടെ നീക്കങ്ങൾ യഥാസമയം ഞാൻ വന്ന് അറിയിച്ചോളാം. ഒരു കാര്യം, ശത്രുരാജ്യത്തു നിന്നുള്ള ചാരന്മാർ ആരെങ്കിലും ആണെങ്കിൽ രത്നങ്ങൾ കണ്ടെടുക്കുന്ന നിമിഷം വധിക്കാനുള്ള ഉത്തരവ് കൂടി കൊടുത്തോളൂ. ശരി തമ്പുരാൻ. ജാതവേദൻ, നിങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥയുണ്ടായതിൽ നാം അതീവ ദുഃഖിതനാണ്. നമ്മുടെ അധികാരത്തെയും ദേവി മഹാമായയുടെ ശക്തിയെയും വിശ്വസിച്ചാണ് അങ്ങ് ഇവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത്. എന്നിട്ടും എൻ്റെ ഈ ദേശത്ത് വെച്ച് തന്നെ അങ്ങ് വിഷമിക്കാതിരിക്കൂ. അങ്ങയുടെ പടയാളികൾ ആ നീചന്മാരെ കണ്ടെത്തുക തന്നെ ചെയ്യും. എനിക്കതിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടായില്ലല്ലോ ദേശമംഗലം അതിൻ്റെ പ്രൗഢി വീണ്ടെടുത്തതിന് ശേഷം ആദ്യമായി സംഭവിക്കുന്ന ഒരു കുറ്റകൃത്യമാണ്. അതും നമ്മുടെ ഉറ്റ സുഹൃത്തായ ജാതവേദന തന്നെ. കള്ളന്മാരെയും കൊള്ളക്കാരെയും സംസ്കാരം എന്തെന്ന് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ തമ്പുരാൻ. അവരെ സംബന്ധിച്ചിടത്തോളം കവർച്ചയും ക്രൂരതയും അതല്ലേ ലക്ഷ്യം. അതവർ ചെയ്തിരിക്കുന്നു. നമ്മുടെ അധികാരത്തെക്കാൾ കൂടുതൽ ദേവി മഹാമായയുടെ ശക്തിയിലാണ് നമ്മുടെ വിശ്വാസം. നാളെ നേരം പുലരുന്നതിനുള്ളിൽ അങ്ങയുടെ രത്നങ്ങൾ വീണ്ടെടുക്കാനും കുറ്റവാളികളെ കണ്ടെത്താനും ജഗദംബിക അനുഗ്രഹിക്കട്ടെ. നമ്മളിവിടെ എത്തിയിട്ട് 2 ദിവസം കഴിഞ്ഞു. വേദനയ്ക്ക് ഒരു തരിമ്പ് പോലും ആശ്വാസമില്ല. തിരിച്ചു പൊയ്ക്കൂടെ നമുക്ക്? അങ്ങ് തിടുക്കം കൂട്ടാതിരിക്കും. അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാം ശരിയാവും. വളരെ ദൂരെ ഇരുന്ന് ദേശമംഗലത്തിന്റെ കഥ കേട്ടപ്പോ എല്ലാം ഗംഭീരമായിരുന്നു. പക്ഷെ കേട്ടില്ലേ, കഴിഞ്ഞ ദിവസം ഒരു രത്നവ്യാപാരിയെ ആക്രമിച്ച കള്ളന്മാർ എല്ലാം കവർന്നെടുത്തത്. അത് നടന്നതും ഈ മണ്ണിലല്ലേ? സത്യത്തിൽ
ദേവി മഹാമായയുടെ ശക്തിയെ തന്നെയല്ലേ ആ കള്ളന്മാർ ചോദ്യം ചെയ്തത്? എത്രയോ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നു. ഒന്ന് നോക്കി മറ്റൊന്നിനെ ഉദാഹരിക്കാൻ പറ്റുമോ? നമ്മൾ എന്തിനാണ് വന്നത്? അത് മാത്രമല്ലേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. ഇല്ല ദമയന്തി, എന്റെ മനസ്സ് പറയുന്നു ഈ വരവും ഇവിടെയുള്ള ഇരിപ്പും പാഴായി പോകുന്നു. നമുക്ക് മടങ്ങാം. എന്താണ് രണ്ടുപേരും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇദ്ദേഹം തിരിച്ചു പോണെന്ന് പറയുന്നു. എന്തു പറ്റി? രത്നവ്യാപാരിക്ക് സംഭവിച്ച കാര്യങ്ങൾ അറിഞ്ഞു. അതിൽ കൂടുതൽ ഉദാഹരണങ്ങളൊന്നും വേണ്ടല്ലോ. ഭഗവതിയുടെ ശക്തിയിൽ സംശയം തോന്നി തുടങ്ങിയോ അങ്ങേക്ക്? ആ, തോന്നുമല്ലോ. ദേശങ്ങളിൽ വരൾച്ച ഉണ്ടാകാറില്ലേ? വെള്ളപ്പൊക്കം ഉണ്ടാകാറില്ലേ? ഉഗ്രമായ ചുഴലിക്കാറ്റുണ്ടാവാറില്ലേ? അതൊക്കെ പ്രകൃതിയുടെ തീരുമാനങ്ങളാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു നാട് എങ്ങനെയാണ് പഴയ ഐശ്വര്യത്തിലേക്ക് തിരിച്ചു വരുന്നത്? അവിടെയാണ് അമ്മയുടെ ശക്തി. ഒരു കാര്യം ചെയ്യും, രത്നവ്യാപാരിയിൽ സംഭവിച്ച കാര്യങ്ങളാണല്ലോ അങ്ങേക്ക് പോകണമെന്നുള്ള തോന്നലുണ്ടായത്. ദേശമംഗലത്തമ്മയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ അതിന് പരിഹാരം അമ്മ തന്നെ കാണും, ഇന്നല്ലെങ്കിൽ നാളെ. അതുവരെ കാത്തിരുന്നൂടെ? എന്നിട്ട് തീരുമാനിച്ചാൽ പോരെ മടക്കയാത്രയുടെ കാര്യം? അമ്മയുടെ കൈതലത്തിൽ അത്ഭുതങ്ങൾ ഒരുപാട് ഒളിച്ചിരിക്കുന്നു. അതങ്ങേക്ക് താമസിയാതെ ബോധ്യപ്പെടും. വരൂ, അത്താഴ പൂജയ്ക്കുള്ള സമയമായി. തമ്പുരാൻ വിജയിക്കട്ടെ. എന്താ മന്ത്രിമുഖ്യ, തിരച്ചിൽ അവസാനിച്ചോ? കുറ്റവാളികളെ ഇതുവരെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കിയില്ല. ക്ഷമിക്കണം തമ്പുരാൻ, പടയാളികൾ നാടലഞ്ഞ് അന്വേഷിച്ചിട്ടും ഒരു തെളിവും കിട്ടുന്നില്ല. ഒരുപക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ ദേശമംഗലത്തുള്ളവർ ആയിരിക്കില്ല കവർച്ചക്കാർ എന്ന് കരുതേണ്ടി വരും. ഇങ്ങനൊരു വിവരം അറിയിക്കാൻ മന്ത്രിമുഖ്യന്റെ വരവ് വേണ്ടിയിരുന്നില്ല. ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ദേശമംഗലത്തിന്റെ സേനാനികളുടെ കാര്യശേഷി കളഞ്ഞുപോയെന്നോ? അതോ ഒരു മോഷ്ടാവിനെ കണ്ടെത്താൻ പോലും ഈ സുന്ദരരാജന്റെ പടയ്ക്ക് ശക്തിയില്ലെന്നോ? തമ്പുരാൻ ക്ഷമിക്കണം. ഒരിക്കൽ കൂടി പടയാളികളെ അയച്ച് നാട് മുഴുവൻ തിരയാം. വേണ്ട, ഇനി പടയാളികൾ പോകണമെന്നില്ല. ഇനിയുള്ള അന്വേഷണം നാം നേരിട്ടായിക്കോളാം. ഉടവാളെടുത്തിറങ്ങാൻ മടിയില്ല നമുക്ക്. അരുത് തിരുമനസേ, അങ്ങിപ്പോൾ ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കരുത്. അല്ല ജാതവേദൻ, നിങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റൂ. അതിനായില്ലെങ്കിൽ അത് ദേശമംഗലത്തിന്റെ തമ്പുരാനായ നമ്മുടെ പരാജയമാണ്. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ പിന്നെ ഒരു നിമിഷം പോലും ഈ തമ്പുരാൻ പദവിയിൽ ഇരിക്കാൻ നാം ആഗ്രഹിക്കുകയില്ല. അങ്ങ് അവിവേകം കാണിക്കരുത്. അങ്ങയുടെയും നാടിന്റെയും സൽപ്പേര് നഷ്ടപ്പെടാൻ ദേവി മഹാമായ അനുവദിക്കില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നാഴിക 1 or 2 കഴിഞ്ഞാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും തമ്പുരാൻ. തമ്പുരാൻ, ക്ഷേത്രത്തിന്റെ പ്രശസ്തി വർദ്ധിച്ചതോടെ വിദൂര ദിക്കുകളിൽ നിന്നും ഒരുപാട് പേർ വന്നു പോകുന്നുണ്ട്. ഒരുപക്ഷെ ഭക്തരുടെ തിരക്കിനിടയിൽ കവർച്ചക്കാർ കയറിക്കൂടിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാം വിശദമായി തന്നെ അന്വേഷിച്ചോളൂ. പക്ഷേ ഒരു കാര്യം, ക്ഷേത്രത്തിൽ നിന്നും തിരികെ പോകുന്ന ഭക്തജനങ്ങൾക്ക് ഒരു തരത്തിൽപ്പെട്ട അലവസരവും ഉണ്ടാകാൻ പാടില്ല. അടിയൻ ശ്രദ്ധിച്ചോളാം. തമ്പുരാൻ വിജയിക്കട്ടെ. തമ്പുരാൻ, അങ്ങ് വ്യാകുലപ്പെടേണ്ട, പരിഹാരമുണ്ടാവും. 2 or 3 കവർച്ചക്കാർക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വരുന്നത് ഒരു വ്യക്തിയല്ല, ഒരു രാജ്യം തന്നെയാണ്. അതിന്റെ പ്രജാപതിയുടെ സങ്കടം ഒരുപക്ഷെ ജാതവേദന് വായിച്ചെടുക്കാൻ പറ്റില്ല. എനിക്കറിയാം തമ്പുരാൻ, രത്നങ്ങൾ നഷ്ടപ്പെട്ടാൽ ഞാനത് സഹിക്കും. പക്ഷെ ദേശമംഗലത്തിന്റെ തമ്പുരാനെ നഷ്ടപ്പെട്ടാൽ അങ്ങയുടെ പ്രജകൾ സഹിക്കില്ല. അല്പം ക്ഷമിക്കുന്നത് തെറ്റല്ലല്ലോ. ഒരുപക്ഷെ ദേവി മഹാമായ വിധി നടപ്പിലാക്കുന്നത് ഒരൽപ്പം അകലെയാണെങ്കിലോ? യജമാനനെ, എന്താ? എന്തു വേണം? ഭിക്ഷ എന്തെങ്കിലും തരാമോ? ഭിക്ഷയോ? ഈ ത്രിസന്ധി നേരത്തോ? ഇവിടെയൊന്നുമില്ല, പൊയ്ക്കോളൂ. അങ്ങനെ പറയരുത്. സമ്പത്ത് ഒരുപാടുണ്ടെന്ന് മനക്കണ്ണിൽ കാണുന്നുണ്ട്. ഓ, ഭിക്ഷ എടുക്കാൻ തുടങ്ങിയവരും മനക്കണ്ണിൽ കാര്യങ്ങൾ കണ്ടു തുടങ്ങിയോ? അത് വിചിത്രമാണല്ലോ. ആഹാരമോ വസ്ത്രമോ പണമോ എന്തായാലും മതി. ഇവിടെയൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ഇല്ല, കടന്നു പോകാനാ പറഞ്ഞേ.
നിൽക്കാൻ. എന്താ എന്താ നിങ്ങളുടെ കയ്യിൽ? ഇതോ, ഞാൻ ആ കുന്നിൻപുറത്ത് ചെല്ലുമ്പോ അവിടെ എവിടെയായിട്ട് കിടന്നിരുന്നു. പെറുക്കിയെടുത്തു. കാണാൻ നല്ല ഭംഗിയുള്ള കല്ലുകളല്ലേ. ഇത് നിങ്ങൾ എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ചതാണോ? മോഷ്ടാക്കളെ പെട്ടെന്ന് തിരിച്ചറിയാമെന്ന് തോന്നുന്നു. ഈ കല്ലുകൾ എന്തിനാണ് ഞാൻ മോഷ്ടിക്കുന്നത്? വഴിവക്കിൽ കിടന്ന ഈ കല്ലുകൾക്ക് വില പോലും ഇല്ലല്ലോ. നിൽക്കൂ, ഞാൻ നിങ്ങൾക്കുള്ള ഭിക്ഷ എടുത്തിട്ട് വരാം. ജീവൻ വേണമെങ്കിൽ കയ്യിലിരിക്കുന്ന രത്നങ്ങൾ എനിക്ക് തരൂ. രത്നങ്ങളോ? അതെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അമൂല്യമായ രത്നങ്ങളാണ്. അതിന് തരാനാ പറഞ്ഞത്. എനിക്ക് ഈ കല്ലുകളുടെ വില അറിയില്ല. ഇതുകൊണ്ട് ഉപകാരമുണ്ടെങ്കിൽ അങ്ങ് എടുത്തോളൂ. നീലിമലക്കുന്നിൽ ഇതൊരുപാടുണ്ട്. അങ്ങേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനിത് പെറുക്കിക്കൂട്ടി വെക്കാം. നാളെ നീലിമലക്കുന്നിലേക്ക് വന്നാൽ ഞാനിത് തരികയും ചെയ്യാം. നാം വരാം. നാളെ സന്ധ്യയ്ക്ക് മുമ്പായി എത്തിക്കോളൂ. ഞാൻ പെറുക്കി വെച്ചിരിക്കാം. ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ 10 ആയുസ്സ് ജീവിക്കാനുള്ള രത്നങ്ങൾ ഉണ്ടാകും. ഇവരെ സന്തോഷിപ്പിച്ച് യാത്രയാക്കണം. എന്താ തമ്പുരാൻ? ഒന്നുമില്ല, ഇവിടെ നിൽക്കൂ, നാം ഇപ്പോ വരാം. ഇത് രത്നങ്ങൾ തന്നെ, സംശയമില്ല. കുറച്ച് നെല്ല് കൊടുക്കാം. നാളെ സന്ധ്യയ്ക്ക് മുമ്പായി ഞാൻ നീലിമല കുന്നിലെത്തും. അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും ഭിക്ഷ തന്ന തമ്പുരാനെ അടിയൻ ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. അടിയൻ പോട്ടെ തമ്പുരാനെ.